ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. കുളത്തൂരച്ച വെൽക്കം വെൽക്കം. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അച്ഛാ ഇന്നലെ ഇങ്ങനെ ഇന്നുമായിട്ട് വളരെ നമ്മളിങ്ങനെ സജീവമായ ചർച്ചയാണല്ലേ? അതെ, അത് വെളുത്ത പുക ചർച്ചയും വരെ ഞങ്ങൾ പ്രാർത്ഥനയുമാണ്. ചർച്ചയും ചർച്ചയും പ്രാർത്ഥനയുമാണ്. ശരിയാണ്. പ്രാർത്ഥനയുമാണ്. അതെ അതെ വെളുത്ത പുക വരുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. വെളുത്ത പുക വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന പറയുന്നത് രീതി മാറും. പ്രാർത്ഥനയുടെ നല്ല ഫോക്കസ് കാര്യം. ഞാനിപ്പോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയുന്നത്. സത്യമായിട്ടും ഈ 2 ദിവസമായിട്ട് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാൽ ഈ പുകക്കുഴലിനെ ചുറ്റിപ്പറ്റിയാണ് ലോകം നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെ. ഇപ്പോഴും എല്ലാവരും അച്ഛന്റെ ആ ഒരു ഇത്രയും നാളത്തെ പാസ്റ്ററൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തില് അച്ഛൻ ഈ മൊത്തത്തിൽ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു എന്നൊന്ന് പറയാമോ അച്ഛാ? എനിക്ക് ആദ്യം പറയാനുള്ളത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത്. നമുക്ക് ഒരിക്കലും മാനുഷികമായിട്ട് ചിന്തിക്കാനോ വിലയിരുത്താനോ സാധിക്കാത്ത എന്തുമാത്രം വിലയിരുത്തലുകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത്, നമ്മൾ കാണുന്നുണ്ട്. ഞാനിപ്പം ഇതിനോടകം സജീവമായ വത്തിക്കാൻ ചത്രത്തിൽ നിന്നല്ലെങ്കിലും 2 തെരഞ്ഞെടുപ്പുകൾ അത്യാവശ്യം ഓർമ്മയോടുകൂടി പങ്കെടുത്ത ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ബെനഡിക്റ്റ് പിതാവ് തെരഞ്ഞെടുക്കപ്പെടുന്ന ആ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഫ്രാൻസിസ് പിതാവ് തെരഞ്ഞെടുക്കപ്പെടുന്ന ആ തെരഞ്ഞെടുപ്പും ഈ പത്രത്തിലും ടിവിയിലും ഒക്കെ ആയിട്ട് കണ്ടത് എന്റെ ഓർമ്മയിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ഇന്ന്. ബെനഡിക്റ്റ് പിതാവിന്റെ കാലത്ത്, ബെനഡിക്റ്റ് പിതാവിനെ തെരഞ്ഞെടുത്ത ആ ഒരു കാലത്ത് കുറെ കൂടി റാറ്റ്സിംഗർ എന്ന പേര് അല്പം പ്രൊമിനന്റ് ആയിട്ട് അന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത ആ ദിവസം സത്യത്തിൽ ബെർഗോളി എന്നൊരു പേര് അത്ര സജീവമായിട്ട് രംഗത്തൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓരോ പ്രാവശ്യവും ഈ റാറ്റ്സിംഗർ പിതാവിനെ തെരഞ്ഞെടുക്കുന്ന അല്ലെ ബെനഡിക്റ്റ് പിതാവിനെ തെരഞ്ഞെടുക്കുന്ന ആ കാലത്തും ഒത്തിരി ആശങ്കകൾ, പിന്നെ ഒത്തിരി പേരുകൾ വരുന്നുണ്ടായിരുന്നു. റാറ്റ്സിംഗർ പിതാവ് തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ, തെരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ, ഇങ്ങനെ ഒത്തിരി വളരെ വലിയ വിശകലനമൊക്കെ അന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ ദൈവം ഓരോ സമയത്തും നമുക്ക് സഭയ്ക്ക് ലോകത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ലോകത്തെ ഈ സഭയെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയെ ദൈവം കൊണ്ടുവന്നു തരുന്നു. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത് നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മോഡേൺ അല്ലാത്ത, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത, വളരെ പ്രാചീനമായി എന്ന് തോന്നുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മുൻപില് ഈ ലോകം മുഴുവൻ കരങ്ങൾ കൂപ്പി, കണ്ണുകൾ കൂർപ്പിച്ച്, കാതുകൾ കൂർപ്പിച്ച് ലോകമാധ്യമങ്ങളെല്ലാം അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തോന്നുന്നു. അതാണ് എന്റെ സജീവമായ ഒരു ബോധ്യം. ദൈവം തെരഞ്ഞെടുക്കുന്നു. ദൈവം ഇപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈ ശിഷ്യ സമൂഹത്തിലേക്ക് മധ്യാസനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ശിഷ്യ സമൂഹത്തെ സഹായിച്ച പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഈ കർദിനാൾ സംഘത്തെ സഹായിക്കണമേ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത ആ നിമിഷം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന സജീവമായി നിൽക്കുന്ന ആ പ്രാർത്ഥനയുടെ നടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകത്തിന്റെ ആഗ്രഹത്തിന് മുൻപിലാണ്, ലോകത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിലാണ്, കാത്തിരിപ്പിന് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പൊ നമ്മൾ ആ കാണുന്ന വിഷ്വൽസിൽ തന്നെ എന്തുമാത്രം കാത്തിരിപ്പ്, ആകാംക്ഷ ഓരോ വ്യക്തിയുടെയും മുഖത്ത്, അവന്റെ ഹൃദയത്തിൽ കാണാമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള എന്റെ ഒരു വിലയിരുത്തൽ. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ എന്ന് കേട്ടിട്ടുണ്ട്. അച്ഛൻ പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഇലക്ഷൻ പ്രോസസ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി അല്ലേ? കുളത്തൂരച്ച റോമിലായിരുന്നപ്പോഴുള്ള, വത്തിക്കാനിലുള്ള അച്ഛന്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ഈ കോൺക്ലേവിന്റെ രഹസ്യ സ്വഭാവം, അങ്ങനെയുള്ള സഭയുടെ ഈ ഒരു രഹസ്യാത്മകത, ഇവയെക്കുറിച്ചൊക്കെ അച്ഛന് ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് വിവരിക്കാമോ? എനിക്ക് ഈ കോൺക്ലേവിനെ കുറിച്ച് ഉള്ള ആദ്യത്തെ ഒരു കാര്യം, ഇതിന്റെ ഈ രഹസ്യ സ്വഭാവം എന്നുള്ളത് സത്യത്തിൽ ലോകം മുഴുവൻ അത്ഭുതപ്പെടേണ്ടതും ലോകത്തെ അത്ഭുതപ്പെടുത്തേണ്ടതും നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു അനന്യതയായിട്ട് സൂക്ഷിക്കേണ്ടതുമാണ്. നിർഭാഗ്യവശാൽ, ഞാനത് പറയും, നിർഭാഗ്യവശാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ സഭയിലൊക്കെ ഈ രഹസ്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ പുറത്തു പോകുന്നുണ്ട്. പക്ഷെ ഈ കോൺക്ലേവിനെ സംബന്ധിച്ച് എല്ലാ രഹസ്യവും അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ ഇതിൽ നടക്കുന്ന ആ ഒരു ദൈവികമായ പ്രവൃത്തിയെ മനുഷ്യൻ അത്രയേറെ ബഹുമാനിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആർക്ക് ഇത്ര വോട്ട് കിട്ടി, ആരെന്ത്, ഇതൊന്നും ഒരിക്കലും പുറത്തു വരുന്നില്ല. ഇന്നത്തെയൊക്കെ പത്രം വായിച്ചു കഴിഞ്ഞപ്പോ ഒരുപക്ഷെ വായിച്ചപ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച്
രഹസ്യ സ്വഭാവം പാലിക്കാനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരുടെ ലിസ്റ്റ് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അച്ഛൻ ശ്രദ്ധിച്ചു കാണും. അതിനകത്ത് ഈ സാന്താ മാർത്തയിലെയും അപ്പസ്തോലിക് കൊട്ടാരത്തിലെ ലിറ്റ് ഓപ്പറേറ്റർ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത്രമാത്രം ഗൗരവമായ ഒരു വലിയ പ്രോസസ്സ്. ഇതിനകത്ത് ഞാൻ പറയുന്നത് ഈ കർദിനാൾമാരാണ് വോട്ട് ചെയ്യുന്നതെങ്കിലും ഈ വോട്ടെടുപ്പ് പ്രക്രിയയില് സഭയുടെ ഒരു മുഴുവൻ പരിച്ഛേദമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനകത്ത് സ്വിസ് ഗാർഡിന്റെ കേണൽ ഉണ്ട്, അതുപോലെ തന്നെ ജന്തർമേരിയുടെ സൂപ്രണ്ട് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രൈവേഴ്സ്, എല്ലാവരും ഇതിനോട് ബന്ധപ്പെട്ട് വലിയ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്നത് ഒരു വലിയ ദൈവരഹസ്യമായിട്ട്, ആ ദൈവരഹസ്യം മനുഷ്യന് മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയാണ് മനുഷ്യൻ കാത്തു നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ കുർബാനയില്, അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും ആഘോഷമായ കാര്യത്തിൽ നമ്മൾ പറയുന്നത് തന്നെ റാസ എന്നാണല്ലോ, രഹസ്യം. ഈ രഹസ്യം അനാവരണം ചെയ്യുന്ന അസുലഭ മുഹൂർത്തമാണ് ഈ പുകക്കുഴലിലൂടെ വെള്ളപ്പുക പൊങ്ങുന്നത് എന്ന് വിശ്വസിക്കാനും, ആ രഹസ്യം ലോകത്തിന് മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്ന ആദ്യഘട്ടം വെള്ളപ്പുകയായും തുടർന്ന് മണിയടിയായും മൂന്നാമത് സ്വിസ് ഗാർഡിന്റെ വലിയ ഒരു സന്തോഷ പ്രകടനം, അവര് ബാൻഡ് മേളമായിട്ട് ആ ചത്തുരത്തിലേക്ക് വരുന്നതും, നാലാമത് കുരിശിന്റെ പാതയിൽ നടക്കുന്ന ഈ മാർപ്പാപ്പയെ സൂചിപ്പിച്ചുകൊണ്ട് ഹബേമൂസ് പാപ്പ വരുന്നതും തുടർന്ന് പ്രത്യക്ഷപ്പെടുന്നതും, അതിന് പിന്നാലെ ഈ ലോകത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരമായ ആ മാർപ്പാപ്പ വിനയാന്വിതനായി കടന്നു വന്ന് ഈ ലോകത്തിന് മുൻപിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്നതും ഈ ലോകത്തെ ആശീർവദിക്കുന്നതുമായ സുന്ദര മുഹൂർത്തം അത്രമാത്രം സുദീർഘമായ ഒരു രഹസ്യ വെളിപ്പെടുത്തലായിട്ടാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ സ്വഭാവത്തെ കുറിച്ചും ആ മിസ്റ്ററി, ഇതിനകത്തെ രഹസ്യാത്മത, അല്ലെങ്കിൽ നമുക്ക് തന്നെ മനുഷ്യ മനസ്സുകൾക്കോ നമ്മുടെ ബുദ്ധിക്കൊക്കെ അതീതമാണ്. അച്ഛൻ റാസ എന്നൊക്കെ പറഞ്ഞ പോലെ മനുഷ്യ എന്താ പറയുക നയനങ്ങൾക്കൊക്കെ അതീതമാണ്. അതുപോലെ അച്ഛൻ അവിടുത്തെ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു. സ്വിസ് ഗാർഡ് അങ്ങനെയുള്ളവരൊക്കെ അല്ലേ, അവിടെ നടക്കുന്ന അച്ചടക്കം. മറ്റേതെങ്കിലും ഇലക്ഷനൊക്കെ ആയിരുന്നു ഇപ്പം നമുക്ക് കേൾക്കാതെ ഇന്നാൾ ഇത്ര ശതമാനത്തിന് ലീഡ് ചെയ്യുന്നു, ഇന്നാൾ ഇത്ര ശതമാനത്തിന് പുറകിലാണ്. അതൊന്നും ഇല്ല അച്ഛാ. ഇത് ഭയങ്കര മിസ്റ്ററി തന്നെയാണ്. അച്ഛൻ ഇങ്ങനെ നോക്കുമ്പോഴേ മാനുഷികമായിട്ട് നമുക്ക് അച്ഛൻ ദൈവികമായ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്, ഇച്ചിരി മാനുഷികമായ കാര്യങ്ങളും കൂടി ചോദിച്ചോട്ടെ. ഇന്ന് പാപ്പ തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഞാനിന്ന് ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ സജീവമായിട്ട് വിശ്വസിക്കുന്നു അടുത്ത വോട്ടെടുപ്പിൽ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും ഞാന് ഓരോ നിമിഷവും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. കാരണം എത്രയും വേഗം ദൈവമേ ഞങ്ങൾക്കൊരു മാർപ്പാപ്പയെ നൽകണമെന്ന പ്രാർത്ഥന നമ്മുടെ ദൈവം എത്രയും പെട്ടെന്ന് കേൾക്കുമെന്ന് വിശ്വസിക്കാനും അത് കാണാനുമായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛന്റെ ഒരു പ്രതീക്ഷാ നിർഭരമായ വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ദ എക്സ്പെക്ടന്റ് ഫെയ്ത്ത്. ഇന്നലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അച്ഛാ അങ്ങനെ. ഇന്നലെ രാത്രി 1:30 വരെയായിരുന്നു ഞങ്ങൾ ഈ ഫ്ലോറിലെ ആ വെളുത്ത പുക വരുമ്പോൾ പ്രതീക്ഷയോട് കാത്തിരുന്നു. ഇന്നലെ 1:30 വരെ. ഞാൻ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രായമുള്ള സിസ്റ്റർ, 83 വയസ്സായ സിസ്റ്റർ, എന്റെ പൊന്നച്ചു 11:30 വരെ കാത്തിരുന്നിട്ടും ആ പുകയിങ് വന്നില്ല. അതെ അതെ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാരൊക്കെ എനിക്ക് തോന്നുന്നു ടി വിയിൽ തന്നെ ഈ വെള്ളപ്പുക കാണുന്നത് ഇത് വളരെ അത്ഭുതാവഹമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ അച്ഛാ, നമുക്കൊരു പുതിയ മാർപ്പാപ്പയെ കാണാൻ. എന്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഇത്ര ജനം ഈ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു കോൺക്ലേവ് എനിക്ക് തോന്നുന്ന ഈ 13-ലും 2000-ലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു കണക്കൂട്ടൽ. എനിക്ക് ഫുൾ അറിയത്തില്ല, പക്ഷെ ഇത്രയും ജനം ഈ ഫുൾ ടൈം ഇങ്ങനെ കാത്തു നിൽക്കുന്ന, മറ്റേത് പുകയൊക്കെ പൊങ്ങിക്കഴിഞ്ഞ് മണിയൊക്കെ അടി കേൾക്കുമ്പോ കുറെ പേര് വരുന്നു എന്നുള്ളത്, ഇത്രയും ജനം ഇങ്ങനെ സജീവമായിട്ട് കാത്തു നിൽക്കുന്നത് എനിക്കൊരു അത്ഭുതം തന്നെ. കഴിഞ്ഞ കോൺക്ലേവിൽ ഒരു വലിയൊരു ഫിഗർ ഇപ്പോഴും മനസ്സിലുള്ളത്, കഴിഞ്ഞ കോൺക്ലേവില് നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ കോൺക്ലേവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാക്കുധാരിയായ ഒരു മനുഷ്യൻ വന്ന് വത്തിക്കാൻ ചത്തുരത്തിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ആ മാർപ്പാപ്പ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണാതായ ഒരാളെ കുറിച്ചുള്ള ഒരു വാർത്ത അന്ന് പരന്നിരുന്നു. അത് അതിന്റെ ഓർമ്മയുണ്ടോ? അത് ഞാൻ ഓർക്കുന്നുണ്ട് അതെ, ഫ്രാൻസിസ് എന്ന് പോപ്പ് ഫ്രാൻസിസ് ഇത് നെക്സ്റ്റ് പോപ്പ് അങ്ങനെ എന്തോ ഒരു ഇത് ടാഗ് ലൈൻ അങ്ങാണ്ട് എഴുതിയിട്ട് അല്ലേ അച്ഛാ? അത് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നത് ഈ മനുഷ്യൻ അവിടെ വന്നാണ്. അപ്പൊ അതുപോലെ ഇനിയിപ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങൾ ഈ ചത്തുരത്തിൽ തന്നെ ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഒരു 2 കാരണങ്ങൾ അച്ഛാ എനിക്ക് തോന്നുന്നത് ഇത്രയും ജനം തന്നെ. ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്ട് എഫക്റ്റ് ഉണ്ട്,
അന്നൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ വൈറൽ അല്ലായിരുന്നല്ലോ. രണ്ടാമത്തത് വളരെ ക്രൂഷ്യലായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഫ്രാൻസിസ്കൻ എഫക്റ്റ്, ഫ്രാൻസിസ്കൻ വൈബ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരുടെ ഹൃദയത്തിലേക്കാണല്ലോ അങ്ങ് കയറിപ്പോയത്. അതുകൊണ്ട് ഇനി അടുത്ത ആള് അച്ഛനെന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ, കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ളത് പെട്ടെന്ന് ഒരു അച്ഛന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പിതാവിനെ കുർബാനയ്ക്ക് വരുന്നതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെ അറിയുന്നത്. അതിനെ തുടർന്ന് പെട്ടെന്ന് അനൗൺസ് ചെയ്യേണ്ടിയൊക്കെ വന്ന ഒരു സമയം ഞാനത് ഓർക്കുവാണ്. പക്ഷെ എങ്കിലും ഇതുവരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മിൽ നിന്ന് അങ്ങ് അകന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഈ ഒരു പ്രത്യാശയുടെ തീർത്ഥാടകൻ എന്ന് പറയുന്ന പോലെ നടന്നങ്ങ് പോയ ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയും നമ്മിൽ നിന്ന് വേർതിരിയാതെ അങ്ങ് നടന്ന് ആ പ്രത്യാശയുടെ മുഴുവൻ ലോകത്തേക്ക് പ്രവേശിച്ച ഒരു ഫ്രാൻസിസിനെ കുറിച്ചാണ് എന്റെ മനസ്സിലുള്ള ചിന്ത. കാരണം ആളുകളുടെ ഇടയിൽ ജാതി മത ഭേദമന്യേ അത്രമാത്രം സ്വാധീനം ചെലുത്താനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കും വാക്കുകൾക്കുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലെ കുളത്തുരച്ച? തീർച്ചയായിട്ടും. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും നമ്മുടെ ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞ ഒരു കാര്യം അത് ജീവിച്ച ഒരു വ്യക്തിയാണ്. ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കുറെ ആശയങ്ങളുടെ അല്ലെങ്കിൽ തത്വസംഹിതകളുടെ ഒരു പരിപൂർണ രൂപമല്ല. ഇറ്റ്സ് ആൻ എൻകൗണ്ടർ വിത്ത് എ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. ബെനഡിക്റ്റ് പാപ്പയുടെ ക്രിസ്റ്റോളജിയും ബെനഡിക്റ്റ് പാപ്പയുടെ ജീവിതം എല്ലാം അതായിരുന്നു. ഈശോയെ കണ്ടുമുട്ടിയ എൻകൗണ്ടർ എന്നുള്ള ഒരു വാക്കിന് ശരിക്കും നമുക്ക് അതിന്റെ തനി മുഴുവൻ സത്തയും മലയാളത്തിലേക്ക് സ്വാംശീകരിക്കാൻ ഉതകുന്ന ഒരു പദം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അപ്രകാരം ഒരു എൻകൗണ്ടർ, ഈ ഈശോയുമായിട്ട് അങ്ങനെ ഒരു എൻകൗണ്ടർ നടത്തിയ ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിന്റെ ഈ അവസാന നാളുകള് സത്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായ ബോധ്യത്തോടെ നടന്നു എന്നുള്ളത്, അതായത് എന്റെ മരണത്തെ അത്ര മുന്നിൽ കണ്ട് നടന്നതുപോലെയുള്ള സൂചനകൾ ധാരാളം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വർഷം ജൂബിലി വർഷം പ്രഖ്യാപിച്ചു, അത് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. പക്ഷെ ഇത് പ്രത്യാശയുടെ വർഷമായിട്ട്, പ്രത്യാശയുടെ തീർത്ഥാടകൻ, ആ ഒരു തീർത്ഥാടകൻ എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നീട് പറഞ്ഞല്ലോ, ഈ പറയുന്ന യുവജന സമ്മേളനത്തിൽ തമാശ രൂപേണയായാലും ഞാനല്ല ജോൺ 24 പങ്കെടുക്കുന്നത് എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിനെ കുറിച്ചൊക്കെ ഇന്നിങ്ങനെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ മുന്നിൽ കണ്ട് നടന്ന ആ ഒരു ഫ്രാൻസിസ് പിതാവിന്റെ വലിയൊരു സ്വാധീനം ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫ്രാൻസിസ് പിതാവിനെ അത്രയേറെ ഇഷ്ടപ്പെട്ട വിശ്വാസികൾ അതുപോലത്തെ തന്നെ ഒരു പിതാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെയാണ് വരുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പരിശുദ്ധ പിതാവും കാലം ചെയ്തു കഴിയുമ്പോൾ ജനം പ്രാർത്ഥിക്കുന്നത് അതുപോലത്തെ തന്നെ ഒരു പിതാവിനെ തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. പക്ഷെ ദൈവം അതിനേക്കാൾ മനോഹരമായ ഒരു പിതാവിനെയാണ് ഓരോ പ്രാവശ്യവും തരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതകാലത്ത് എനിക്ക് ഓർക്കാൻ കഴിയുന്ന നമ്മൾ ജോൺ പോൾ മാർപ്പാപ്പ കാലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, കർത്താവെ ജോൺ പോൾ മാർപ്പാപ്പയെ പോലെ അത്രയും ശ്രേഷ്ഠനായ ഒരു പിതാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ബെനഡിക്റ്റ് പിതാവിലൂടെ അതുപോലെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതം നമുക്ക് തന്നു. തുടർന്ന് ബെനഡിക്റ്റ് പിതാവ് മാറിയപ്പോൾ നമ്മൾ ദൈവം ഇനി എന്താവെന്ന് ചിന്തിച്ചപ്പോൾ ഫ്രാൻസിസ് പിതാവിനെ ദൈവം നമുക്ക് തന്നു. അതുകൊണ്ട് ദൈവം നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതെ, മറ്റെന്തൊക്കെ രീതിയിൽ പറഞ്ഞാലും വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അല്ലേ വെച്ചാൽ, പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്ന രീതി കാലഘട്ടത്തിനനുസരിച്ച് തലവന്മാരെ തിരഞ്ഞെടുക്കുകയും ലോകത്തിന് എന്തു വേണോ അതിനനുസരിച്ചുള്ള രീതിയിൽ എങ്ങനെ പരിശുദ്ധാത്മാവിനെ നയിക്കാൻ ആരാണോ യോഗ്യൻ ആ കൃത്യമായിട്ടുള്ള ആളെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത് തന്നെ ദൈവാരൂപി പരിശുദ്ധാത്മാവ് ഈ കോൺക്ലേവിൽ ജീവിക്കുന്നു എന്നുള്ളതിനും ഒരു പന്തക്കുസ്ത അനുഭവം, തട്ടിപ്പിതാവിൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു പന്തക്കുസ്ത അനുഭവം ഈ കോൺക്ലേവിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നതിനും ഒരു എപ്പോഴും പറയാൻ പറ്റുന്ന എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു തെളിവല്ലേ അച്ഛാ? തീർച്ചയായിട്ടും. കാരണം സഭ തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണല്ലോ. സഭ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഒരുപക്ഷെ നമ്മള് ഈ കാലഘട്ടത്തിൽ മറന്നുപോയൊരു യാഥാർത്ഥ്യമാണ്. ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സഭയിലുണ്ട്. അല്ലാതെ പരിശുദ്ധ സാന്നിധ്യം എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതല്ല. ജീവിക്കുന്ന പരിശുദ്ധാത്മാവ്. അച്ഛൻ ഓർക്കുന്നുണ്ടല്ലോ, സെന്റ് പീറ്റേഴ്സില് നമ്മള് മാർപ്പാപ്പയുടെ ആ സിംഹാസനത്തിന് മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ ചിത്രമാണ് ആ ഗ്ലാസ്.
ഞാൻ ഓർക്കുന്ന അച്ഛാ. ജീവിക്കുന്ന ഈ പരിശുദ്ധാത്മാവ്, സഭയിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ സൂചനയാണ്. പ്രത്യേകിച്ച് ഞാൻ എന്റെ ഡോക്ടറേറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഓർത്തതും അല്ലെ പഠിച്ചത് ഇത് തന്നെയാണ്. ഈ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തില് പരിശുദ്ധാത്മാവിലും പരിശുദ്ധ കത്തോലിക്ക സഭയിലും ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ്. അപ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ഈ സഭയിലാണ്. അതുകൊണ്ട് ഇത് പന്തക്കുസ്താനുഭവം തന്നെയാണ്. സഭയുടെ എല്ലാ പ്രവർത്തനവും പന്തക്കുസ്താനുഭവമാണ്. ഇത് സവിശേഷമാമിധം പന്തക്കുസ്ത നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ഒരു സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺക്ലേവിന്. അച്ഛാ, നമ്മുടെ ടീച്ചറെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് അച്ഛാ, നമ്മുടെ കാർഡിനൽസ് നമുക്കറിയാവുന്ന പോലെ നമ്മൾ റൂമിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒത്തിരി കാർഡിനൽസിന്റെ ലിസ്റ്റ് നമ്മളിപ്പോ സാധ്യതാ പട്ടികയിൽ കാണുന്നുണ്ട് അല്ലേ? ഒത്തിരി പേരെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ ഞാനും ടീച്ചറും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ കാർഡിനൽസ് ഏകദേശം ഈ കാർഡിനൽ എലക്ടേഴ്സിൽ ഇങ്ങനെ ഒരു കോൺക്ലേവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്രമാത്രം ആക്റ്റീവായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വേണമെങ്കിൽ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്സ് പോലും കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ ലോകത്തിന് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു സമയമാണിത്. ഏത് രീതിയിൽ സഭയെ ആഞ്ഞടിക്കാം. പക്ഷേ ഒരു ചെറിയ നെഗറ്റീവ് കമൻസ് പോലും നമ്മുടെ ഈ പ്രിയപ്പെട്ട കാർഡിനൽസിനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് തന്നെ എന്തുമാത്രം നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സഭയുടെ കാർഡിനൽസിനെ കുറിച്ച് എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ശരിയല്ലേ അച്ഛാ? തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ ഒരു കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. കാരണം കർത്താവ് നമുക്ക് നൽകിയ, കാരണം ഇവരൊക്കെ കർത്താവ് നമുക്ക് നൽകിയ ഇടയന്മാരാണല്ലോ. ഇവരെല്ലാവരും തന്നെ കർത്താവ് നൽകിയ ഇടയന്മാരാണ്. പ്രത്യേകിച്ച് മേൽപ്പെട്ട ശുശ്രൂഷയിൽ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വളരെ ചുരുക്കം പേര്. പ്രത്യേകിച്ച് അതിനകത്ത് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള നമ്മുടെ കന്തലമസ്റ്റ പിതാവാണ് കാർഡിനൽ ഈ വൈദികനായി തന്നെ നിൽക്കുന്ന ഒരാള് ഉള്ളത്. പക്ഷെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പില് പങ്കെടുക്കുന്ന 80 വയസ്സ് കഴിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ഈ ലോകം അല്ലെങ്കിൽ ഓരോ രാജ്യവും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായി കരുതിയ ഓരോരുത്തരെയാണ്. അതായത് പരിശുദ്ധ പിതാവിന്റെ ഈ കർദിനാൾ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം നമുക്ക് പോലും ഇതുവരെയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടെ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജോർജ് കൂവക്കാട് പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജോർജ് കൂവക്കാട് പിതാവിനെ അച്ഛനൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോ അവിടെ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിലൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അതെ.